സംസ്ഥാന ഗവൺമെൻറ് ഒരു നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അഭിപ്രായ ഭിന്നതയുള്ള ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ചർച്ച നടത്തി പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തും അത്തരമൊരു സമീപനമാണ് സ്വീകരിക്കുന്നത്. ഭിന്നതയുള്ള പ്രശ്നങ്ങളിൽ എന്താണ് കുറവുകൾ എന്നുള്ളത് നോക്കി അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ലോകത്താകമാനം മാറി വരികയാണ്. ആ മാറ്റത്തിന് അനുസൃതമായിട്ടുള്ള നിലപാട് നമുക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് ഉയർന്നു വരുന്ന ഈ മാറ്റത്തോടൊപ്പം നമുക്ക് സഞ്ചരിക്കാൻ കഴിയാതെ വരും. അത്തരം സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് സർവകലാശാല സംബന്ധിച്ചിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ളത്. ഭിന്നതയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് വിദ്യാർത്ഥി സംഘടനകൾക്ക് അവിടെ നിലപാട് പറയാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അതെല്ലാം പരിശോധിച്ച് ചർച്ചകളിലൂടെ വ്യക്തത വരുത്തി മുമ്പോട്ട് പോവുക എന്ന നിലപാടാണ് നമ്മൾ പൊതുവെ സ്വീകരിക്കുന്നത്. ആര് ചാക്കോ? ഏത് ചാക്കോ? ഏടെ രാജിവെക്കുന്നു? NCPൻ്റെ അതല്ല, അത് അവരുടെ ഒരു പാർട്ടി എടുക്കുന്ന നിലപാടിനെ കുറിച്ച് നമ്മൾ അഭിപ്രായം പറയുന്നത് ശരിയല്ല. PC ചാക്കോ അവരുടെ NCPൻ്റെ പ്രസിഡന്റ് സ്ഥാനമാണല്ലോ താങ്കൾ ഉന്നയിച്ചത്. അതവിടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യം. അത് അവരുടെ പാർട്ടി തലത്തിൽ തന്നെ ആലോചിക്കേണ്ടതാണ്. ഞങ്ങളുടെ പരിഗണന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പരിഗണനയിൽ വരേണ്ടുന്ന ഒരു വിഷയമല്ല. മഞ്ഞില്ലല്ലോ. അതെല്ലാം പുറത്ത് സൃഷ്ടിക്കുന്ന വാർത്തകളല്ലേ. എല്ലാ പാർട്ടികളുടെയും അഭിപ്രായത്തിന് വില കൽപ്പിച്ചുകൊണ്ടുള്ള സമീപനമേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങൾ, അഭിപ്രായ വ്യത്യാസമുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പരസ്പര കൂടിയാലോചനയിലൂടെ പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ പ്രശ്നങ്ങളും ചർച്ചയിലൂടെ പരിഹാരം കാണുക എന്നുള്ള നിലപാട് ഇത് ഒരു പാർട്ടിയല്ലല്ലോ, വിവിധ പാർട്ടികളാണ്. അതുകൊണ്ട് ആ അഭിപ്രായങ്ങൾ, പാർട്ടിയുടെ അഭിപ്രായങ്ങളെല്ലാം മാനിച്ചുകൊണ്ടുള്ളൊരു നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ച ഒരു ഏകീകരിച്ച അഭിപ്രായത്തിലേക്ക്. അതൊരു അഭിപ്രായമല്ല. ആ അഭിപ്രായത്തോട് ഗവൺമെൻറ്റിന് യോജിപ്പില്ല. ഈ വന്യജീവി ആക്രമണം എന്നുള്ളത് മനുഷ്യ സമൂഹം നേരിടുന്ന ഒരു ഗൗരവമായ പ്രശ്നമാണ്. അതിന് അർഹമായ പരിഹാരം ഉണ്ടാക്കേണ്ടതിന് വനം വകുപ്പ് ഇന്നലെ തന്നെ ചില പ്രത്യേക സംവിധാനങ്ങൾ ഈ വന്യജീവി ആക്രമണത്തെ തടയുന്നതിന് വേണ്ടി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. എന്താ യഥാർത്ഥത്തിൽ പ്രശ്നം? 1972 വന നിയമത്തിൽ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. ആ മാറ്റങ്ങൾ വരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ജനങ്ങൾക്കും കൃഷിക്കും കൂടുതൽ സംരക്ഷണം കൊടുക്കാൻ കഴിയുക. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് 72 നിയമത്തിൽ ഒരു ഭേദഗതിയും വരുത്തില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കേരളം പോലുള്ള സംസ്ഥാനങ്ങളോടുള്ള അങ്ങേയറ്റത്തെ ഒരു വെല്ലുവിളിയാണിത്. ഈ പുതിയ സാഹചര്യങ്ങൾ കൂടി പരിശോധിച്ച് എങ്ങനെ ഈ കാര്യങ്ങളെ അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ആലോചിച്ചൊരു നിലപാടിലേക്ക് എത്തണം. ജനങ്ങളുടെ പ്രക്ഷോഭവും ഈ പ്രശ്നങ്ങളിൽ ഉയർന്നു വരേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ല, അത് വനം വകുപ്പ് മന്ത്രിയോട് ചോദിക്കുക. വനം വകുപ്പ് മന്ത്രി പറയുന്ന എല്ലാ കാര്യങ്ങളോടും എനിക്ക് പ്രതികരിക്കാൻ കഴിയില്ലല്ലോ. അത് അദ്ദേഹവുമായിട്ട് നിങ്ങൾ ചർച്ച ചെയ്യും. നിങ്ങളുടെ അഭിപ്രായം ഉണ്ടായി. അപ്പോൾ അതെനിക്ക് ചെയ്യാം. ശരി, നിയമസഭയിൽ പോകണം. നേരത്തെ ശക്തമായ സമരം അന്നത്തെ നിലപാടിന്റെ അടിസ്ഥാനത്തിലുണ്ടായിരുന്നു. അതിൽ DT ശ്രീനിവാസനെ പോലുള്ള ഒരാളെ തല്ലി ആ സമരത്തോടെ മാപ്പ് പറയണം എന്നുള്ളതാണ് പലരും ഇപ്പോൾ പറയുന്നത്. അത്തരമൊരു സമരം അല്ല, ഞാനത് പരിശോധിച്ചതിന് ശേഷം പറയാം.